സർ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ബിസിനസ് സ്കൂളുകളിലൊന്നായ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ വജ്ര ജൂബിലി പ്രമാണിച്ച് പ്രത്യേക സഹായമായി 1 കോടി രൂപ അനുവദിക്കുന്നു. തിരുവനന്തപുരം ഗവൺമെൻറ് വനിതാ കോളേജ് 125ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കോളേജിലെ ലൈബ്രറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 1 കോടി രൂപ അനുവദിക്കുന്നു. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമായ CPASന് നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി 3 കോടി രൂപ അനുവദിക്കുന്നു. സർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മൾട്ടി ഡിസിപ്ലിനറി മ്യൂസിയം സംബന്ധിച്ചാണ് കേരളത്തിൻ്റെ ജൈവവൈവിധ്യവും ചരിത്രവും നാടോടി പാരമ്പര്യവും വാമൊഴി വഴക്കവും ബന്ധിപ്പിച്ചുകൊണ്ട് ശിഖ എന്ന പേരിൽ കോഴിക്കോട് സർവകലാശാലയിൽ മ്യൂസിയം ഓഫ് എമിനൻസ് സ്ഥാപിക്കും. 4 മേഖലകളിലെയും സവിശേഷതകൾ പ്രതിപാദിക്കുന്ന വിജ്ഞാന കേന്ദ്രമായി ഇത് മാറും. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയ്ക്കായി 247.3 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിലെ 9 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബിരുദാനന്തര തലത്തിൽ വിവിധ ശാഖകൾ സമന്വയിപ്പിച്ച് ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇൻ്റർ ഡിസിപ്ലിനറി റിസർച്ച് സെൻ്ററുകൾ സ്ഥാപിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ജനകീയ പിന്തുണയോടെ സംഭാവനയായി ഫണ്ട് ശേഖരിക്കുന്ന പരിപാടി നടപ്പിലാക്കും. കലയും സംസ്കാരവും. സർ, കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കായി 2024-25 വർഷത്തേക്ക് 170.49 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിലുടനീളം മ്യൂസിയങ്ങൾ നവീകരിക്കുവാനും പുനഃക്രമീകരിക്കുവാനും ഒരു സമഗ്ര പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. സർ, ഗാലറികളുടെയും പ്രദർശന സങ്കേതങ്ങളുടെയും നവീകരണം, സുരക്ഷാ നടപടികൾ, പരിസര വികസനം, സന്ദർശക സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമാക്കിയുള്ള ഈ പദ്ധതിക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. എല്ലാ ജില്ലകളിലും പൈതൃക പുരാവസ്തു മ്യൂസിയങ്ങൾ താമസിക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചി നഗരത്തിൽ മ്യൂസിയം കൾച്ചറൽ കോംപ്ലക്സ് നിർമ്മാണത്തിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. പ്രാദേശിക മ്യൂസിയങ്ങൾ. സർ, തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ നാടിൻ്റെ ചരിത്രവും പഴയകാല അനുഭവങ്ങളും പകർന്നു നൽകുന്ന പ്രാദേശിക മ്യൂസിയങ്ങൾ ലോകത്ത് പല രാജ്യങ്ങളിലുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഈ രംഗത്ത് കൂടുതൽ ശ്രദ്ധ നൽകാനും ഇത്തരം കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുമായി ഒരു പ്രത്യേക പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് വികസിപ്പിക്കും. ചെലവിൻ്റെ ഒരു ഭാഗം സർക്കാർ സഹായമായി നൽകും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിവിധ മ്യൂസിയങ്ങളുടെയും ഗാലറികളുടെയും നവീകരണത്തിനും സംരക്ഷണത്തിനും മ്യൂസിയം ക്യാമ്പസുകളുടെ വികസനത്തിനുമായി 9 കോടി രൂപ നീക്കിവെക്കുന്നു. തിരുവനന്തപുരം, തൃശ്ശൂർ മൃഗശാലകളുടെ നവീകരണത്തിനായി 7.5 കോടി രൂപ വകയിരുത്തുന്നു. പാവങ്ങളുടെ പടത്തലവനെന്ന് വിശേഷിക്കപ്പെടുന്ന AKGയുടെ വിവിധ കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന മ്യൂസിയത്തിനായി 3.75 കോടി രൂപ വകയിരുത്തുന്നു. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് 18 കോടി രൂപ വകയിരുത്തുന്നു. സാഹിത്യ അക്കാദമിക്ക് 3.2, സംഗീത നാടക അക്കാദമിക്ക് 7.5, ലളിതകലാ അക്കാദമിക്ക് 5.5, ഫോക്ലോർ അക്കാദമിക്ക് 3.1 എന്ന നിലയിൽ വകയിരുത്തുന്നു. സർ, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ 14 കോടി വകയിരുത്തുന്നു. ജവഹർ ബാലഭവനങ്ങൾക്കായിട്ട് 2 കോടി രൂപ വകയിരുത്തുന്നു. കലാമണ്ഡലത്തിൻ്റെ വിവിധ കലാ അക്കാദമിക് പ്രവർത്തനങ്ങൾക്കായിട്ട് 19.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദം നേടുന്ന യുവകലാകാരന്മാർക്ക് 1000 വജ്ര ജൂബിലി ഫെലോഷിപ്പുകൾ നൽകുന്ന പദ്ധതിക്കായി 13 കോടി രൂപ വകയിരുത്തുന്നു.